ഇതിനിടയിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരം, അത് അമേരിക്കയെ ഞെട്ടിപ്പിക്കുന്നതാണ്. അമേരിക്ക ഇറാൻ കരാർ, സമാധാന കരാർ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ട്രംപിനെ ധരിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നെതന്യാഹു അസാധാരണമായ ഒരു പ്രതിസന്ധി തൻ്റെ സ്വന്തം രാജ്യത്ത് നേരിടുന്നുണ്ട്. കാരണം അവിടെ ഈ വർഷം അവസാനം ഡിസംബറോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നെതന്യാഹുവിൻ്റെ ഭാവി വല്ലാതെ പ്രതിസന്ധിയിലാണ്. വലിയ ജനവികാരം നെതന്യാഹുവിനെതിരെയുണ്ട്. ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഈ ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ പുറത്ത് മാത്രമാണ്. യുദ്ധത്തിന് മുമ്പ് ഇറാനെ തീർക്കുമെന്നും ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നും അവരുടെ ആണവായുധമടക്കം ഇല്ലാതാക്കുമെന്നും യുറേനിയം സമ്പുഷ്ടീകരിച്ച് യുറേനിയം പിടിച്ചെടുക്കുമെന്നും ഒക്കെയുള്ള വാഗ്ദാനത്തോടു കൂടിയാണ് ആക്രമണം ആരംഭിച്ചത്. അത് മാത്രമല്ല, ഇതിനിടയിൽ ഇറാൻ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയും ചെയ്തു. പക്ഷെ അവർക്ക് കൃത്യമായ തിരിച്ചടി നൽകിയില്ലെങ്കിൽ, ഒപ്പം ഹിസ്ബുള്ളക്കെതിരെയും തിരിച്ചടി നൽകിയില്ലെങ്കിൽ അത് ജനങ്ങളോടുള്ള വാഗ്ദാന ലംഘനമാകും. ജനവികാരം നെതന്യാഹുവിനെതിരെ ഉയരുകയും ചെയ്യും. തുടർന്നാണ് ഹിസ്ബുള്ളക്കെതിരായ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകാൻ നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് മനസ്സിലാക്കേണ്ടത്, ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട സഹകരണം ട്രംപുമായി നെതന്യാഹുവിന് ഉണ്ടാകില്ല എന്നാണ്. അജയ് സുധാ ബിജു, അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ. രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ആരംഭിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി. അമേരിക്ക പിന്മാറുന്നു, ട്രംപ് യുദ്ധം വേണ്ട എന്ന നിലപാടിലെത്തുന്നു. നെതന്യാഹുവിന് അത് സാധിക്കുന്നില്ല. എത്ര അസാധാരണമായ ഒരു യുദ്ധ സാഹചര്യമാണിത്. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപ് ആണെങ്കിലും നെതന്യാഹു ആണെങ്കിലും ഭയക്കുന്നത് എലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ആ ഒരു സമയത്ത് ജനവികാരം അത് തീർച്ചയായിട്ടും രണ്ട് ഭരണാധികാരികൾക്കും വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ്. അമേരിക്കയിൽ ഇക്കൊല്ലം മിഡ് ടേം എലക്ഷൻസ് വരാനിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ സാഹചര്യമല്ല അമേരിക്കയിലുള്ള ഭൂരിഭാഗം ജനങ്ങളും ഈ യുദ്ധത്തിന് എതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളവരാണ്. പല സർവേകളിലൂടെയാണെങ്കിലും അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഈ സമാധാന കരാറിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തകൃതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇസ്രായേൽ സാഹചര്യങ്ങൾ കുറച്ച് അമേരിക്കയിൽ നിന്ന് കുറച്ച് മാറ്റമുണ്ട്. ഇടയ്ക്ക് AP എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമം വടക്കൻ ഇസ്രായേൽ നടത്തിയ ഒരു സർവേയിൽ അവിടെ ഉള്ള ഭൂരിഭാഗം ജനങ്ങളും ലെബനിലുള്ള സൈനിക നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും ഈ ലെബനിലുള്ള സൈനിക നടപടികളാണെങ്കിൽ ഇസ്രായേൽ പൂർത്തിയാക്കണമെന്നും ഇറാനെതിരെ നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആഗ്രഹം അവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധവുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ഈ വർഷം അവസാനത്തോടെ എലക്ഷൻസ് വരാനിരിക്കുകയാണ്. എലക്ഷൻസ് പരാജയപ്പെടുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഈ നെതന്യാഹുവിനെതിരെ അജയ്, ആഗോള യുദ്ധ കുറ്റവാളിയായി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. ഇലക്ഷനിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേലിൽ പോലും വിചാരണ നേരിടേണ്ടി വന്നേക്കാം. അതിന് അങ്ങനെ പ്രതിസന്ധിയുമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല ഇസ്രായേലിനകത്ത് തന്നെ നിരവധി അഴിമതി കേസുകളുമുണ്ട്. അപ്പോൾ ഈ പ്രധാനമന്ത്രി തലത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ കേസുകളിലുള്ള വിചാരണ അത് വീണ്ടും പുനരാരംഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നെതന്യാഹു ഇരുമ്പഴിക്കുള്ളിലാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഒന്നാമത് അവിടെയുള്ള പ്രതിപക്ഷം ഇപ്പോൾ നെതന്യാഹുവിനെതിരെ കടുത്ത രീതിയിലുള്ള ആക്ഷേപങ്ങളുമായി രംഗത്ത് വരികയാണ്. അവിടെ നെതന്യാഹുവിൻ്റെ നിലപാടുകൾ ശരിയല്ല, ഇറാനെതിരെയാണെങ്കിലും ലെബനെതിരെയും സ്വീകരിച്ച നിലപാടുകളൊന്നും സുശക്തമായില്ല, അമേരിക്കയുടെ ഒരു കളിപ്പാവയായി ഇസ്രായേൽ മാറുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം ആരോപണങ്ങളിൽ നിന്നും ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ നിന്നും ഒന്ന് വിട്ടുനിൽക്കുക, തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നെതന്യാഹു നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെയായിരിക്കണം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. അതായത് ലെബനിലുള്ള പോരാട്ടം ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള തരത്തിൽ. ഇസ്രായേലിൽ നിന്നുള്ള നിരവധി പ്രതികരണങ്ങൾ അത്തരത്തിലാണ് പുറത്തോട്ട് വന്നത്. ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞത് താൻ പ്രധാനമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ലെബനിലുള്ള സൈനിക നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കടുത്ത പ്രതികരണങ്ങളിലൂടെയും ലെബനിലുള്ള സൈനിക നീക്കത്തിലൂടെയും ജനങ്ങളെ തനിക്ക് അനുകൂലമാക്കി ഇലക്ഷനിൽ വീണ്ടും വിജയിച്ചു വരിക, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യം വെച്ച് അനുമാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിനിടയിൽ ഈ നെതന്യാഹുവിൻ്റെ പ്രതിസന്ധിയുണ്ട്, സമാധാന കരാറുണ്ട്, അത് അട്ടിമറിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ട്. അതിനിടയിൽ തന്നെ അമേരിക്ക ഇറാൻ ചർച്ചകൾ നാളെയല്ല ഇന്ന് നടക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിൽ നിന്നും എത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ സ്പീക്കർ MB ഗാലിബാഫാഹും ഈ ചർച്ചയുടെ ഭാഗമാവുക. പാക് ഖത്തർ സംഘങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ
ആണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രത്തിൽ വെച്ച് ഈ ചർച്ചകൾ പുരോഗമിക്കും എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സ്വിസ് മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ബർഗൻ സ്റ്റോക്ക് ആണ് ചർച്ചയുടെ വേദിയാവുക എന്നുള്ളതാണ്. അജയ്, ചർച്ചയ്ക്കുള്ള പ്രതിനിധികളെല്ലാം എത്തിയോ? ധാരണാപത്രത്തിനൊരു അന്തിമ രൂപമാക്കുക എന്നാണല്ലോ ഇപ്പോഴത്തെ നീക്കം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ലെബനൻ പ്രശ്നം അങ്ങനെ നിൽക്കുകയാണ്. രഞ്ജിത്ത്, നിലവിൽ ഇറാനിയൻ സംഘം സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫും അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുമാണ് നിലവിൽ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുള്ളത്. ഇരുവരും അവിടെ വിമാനം ഇറങ്ങിക്കഴിഞ്ഞു. ഈ വിമാനത്തിൽ സ്വിറ്റ്സർലാൻഡിൽ വന്നത് തന്നെ ഇറാൻ വലിയൊരു സന്ദേശം കൂടി ലോകത്തിന് നൽകിക്കൊണ്ടാണ്. അതായത് അമേരിക്കയുടെ യുദ്ധക്കുറ്റങ്ങളൊന്നും തങ്ങൾ മറന്നിട്ടില്ല എന്നൊരു സന്ദേശം അവർ നൽകുന്നുണ്ട്. കാരണം അവർ സ്വിറ്റ്സർലാൻഡിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ മിനാബ് 168 എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. അമേരിക്ക മിനാബിലുള്ള സ്കൂൾ തകർത്ത് 168 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആ ആക്രമണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനിയൻ സംഘം സ്വിറ്റ്സർലാൻഡിൽ എത്തിയിരിക്കുന്നത്. ചർച്ചയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ തുടരുന്നതിന് മുൻപ് ലെബനൻ വിഷയം ഒരു അടിയന്തര പ്രമേയമായി എടുക്കും എന്നുള്ളതാണ്. ലെബനൻ വിഷയം ആദ്യം ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഹോർമുസ് കടലിടുക്കിന്റെ വിഷയവും അതുപോലെ തന്നെ മറ്റ് ആണവ വിഷയങ്ങളും ഉൾപ്പെടെ ചർച്ചയാവുക എന്നൊരു വാർത്ത ഇപ്പോൾ നിലവിൽ CNN വേൾഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഈ ചർച്ചയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. നിലവിൽ യുഎസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനും ഖത്തറുമാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും അതുപോലെ അവരുടെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറുമാണ് ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഷഹബാസ് ഷെരീഫ് സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ അമേരിക്കയാണെങ്കിലും ഇറാനുമാണെങ്കിലും ഈ ലെബനിലുള്ള വെടിനിർത്തൽ ഒരു പ്രധാന അജണ്ടയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം തന്നെ ആദ്യം ചർച്ചയിലേക്ക് വരുമ്പോൾ അതിന് എത്രമാത്രമാണ് ഇരു രാജ്യങ്ങളും പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഈ ചർച്ചയിലൂടെ എന്തെങ്കിലും പരിഹാരം കാണുമോ എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷമായിരിക്കും ഈ ഹോർമുസ് കടലെടുക്കും അതുപോലെ തന്നെ ഈ ആണവ വിഷയങ്ങളും ഉൾപ്പെടെ ചർച്ചയാവുക. ഈ ലെബനന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ ഹോർമുസിന്റെ കാര്യത്തിൽ അങ്ങനെ കടുംപിടുത്തം പിടിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റു വിഷയങ്ങളിലും വിട്ടുവീഴ്ച ഉണ്ടാകാനാണ് ഇപ്പോഴും നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും.